കാവാലയ്യ 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 പാട്ട് കേട്ട് നിങ്ങളുടെ മനസ്സും ശരീരവും മഞ്ഞൾ ചിരിക്കുമെന്ന് എനിക്കറിയാം ഗൈസ്. സോ അതുകൊണ്ട് ഞാൻ കൂടെ കാവാലയ്യ പാട്ട് പാടി നിങ്ങളെ വെറുപ്പിക്കുകയോ മരവിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. ഞാനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കാവാലയെ കണ്ടും കേട്ടും മടുത്തു. സോ ഞാനപ്പോൾ ഓർത്തു, നമുക്ക് ഒരുമിച്ച് കുറച്ച് കാവാലയെ കണ്ട രസമായിരിക്കുമല്ലോ. കുറ്റം പറയുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതൊക്കെ മനുഷ്യ സഹജമാണല്ലോ. ഞാൻ ചെയ്യുന്നത് അവർക്കും, അവർ ചെയ്യുന്നത് നമുക്കും, നമ്മൾ ചെയ്യുന്നത് മറ്റാർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടാതെ വരും. സോ അതുകൊണ്ട് കുറ്റം പറയാനുള്ളത് മനുഷ്യ സഹജമാണ്. സോ നമ്മൾ ഒരുമിച്ചിരുന്ന് കുറച്ച് കാവാലയ തരംഗങ്ങളെ ഇങ്ങനെ കണ്ടാൽ ചിലപ്പം കുറച്ച് അഭിപ്രായം പറയാൻ പറ്റിയെങ്കിലും. സോ ഇങ്ങനെ ചിന്നിച്ചെതറി കുറേ കാവാലയകൾ എല്ലായിടത്തും കിടക്കുന്നുണ്ട്. ഏതെടുക്കും, ഏത് അഭിപ്രായം പറയുമെന്ന് അറിയത്തില്ല. എങ്കിലും ഒന്ന് രണ്ടെണ്ണത്തിനെ എടുത്ത് നമുക്ക് ഒരുമിച്ച് കണ്ട് ഒരുമിച്ച് അഭിപ്രായം പറയാം. നിങ്ങൾ കുറച്ചു മുമ്പ് കണ്ട അതേ ആൾ തന്നെയാണ് ഞാൻ. പിന്നെ തൊലിക്കെട്ടി കുറച്ച് കൂടുതലുള്ള കാവാലയാണ് നമ്മൾ കാണാൻ പോകുന്നതുകൊണ്ട് ജാക്കറ്റൊക്കെ ഇട്ടൊന്ന് പ്രിപ്പയർ ആയിട്ടിരുന്ന പെട്ടെന്ന് ഇങ്ങനെ ഒന്നും ഉള്ളിലോട്ടങ്ങ് കയറണ്ടാന്ന് ഓർത്ത് എല്ലാത്തിനെയും കുറച്ചങ്ങ് തടുത്ത് നിർത്തിയേക്കാം. നോക്കാം. എന്തായാലും നമുക്ക് ആദ്യം ഒന്ന് ഒരു പ്രമുഖയുടെ കാവാലയെ കാണാം. കൊച്ചു തകർത്തിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട്. എങ്കിലും നമുക്ക് ഞാൻ എന്താണ് ഗൈസ് പറയേണ്ടത്? നിങ്ങൾ പറയും. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇല്ല, നിങ്ങൾ കണ്ടു. അപ്പം നിങ്ങൾക്കും അഭിപ്രായം പറയാം. കൊച്ചിൻ്റെ കൊള്ളാം അല്ലേ? ഒരു 20K 30K വ്യൂസൊക്കെ കിട്ടി കാണും. ഇത്രയൊക്കെ കൊച്ച് കഷ്ടപ്പെട്ട് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് മുടിയൊക്കെ ഇങ്ങനെ പിരിപിരിയാക്കി ഇട്ട് പുല്ലിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നതല്ലേ. അപ്പോൾ എന്തായാലും 20-30K ഒക്കെ കിട്ടി കാണും. നമുക്ക് നോക്കാം എത്ര വ്യൂസ് കിട്ടിയെന്ന്. ചുമ്മാ നോക്കാം. ദൈവമേ, എത്ര 7.3 മില്യൺ വ്യൂസോ. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ 3-4 ദിവസം ഉറക്കം ഒഴിഞ്ഞ് നാക്കും കൂടെ പെശകി പോവുക. ഇവരുടെയൊക്കെ ഡാൻസ് കണ്ടിട്ട് ഒഴിഞ്ഞ് കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്ത് പറഞ്ഞ് വലിപ്പിച്ചൊക്കെ ഉണ്ടാക്കിയ ഒരു 10 വ്യൂ 20 വ്യൂ കിട്ടി. അതും കുടുംബക്കാരുടെ ആയിരിക്കും. ഇത് ഇത്രയും വ്യൂസോ, ഇത്രയും മില്യൺ വ്യൂസോ. ചിലപ്പോൾ ഫാൻസ് ആയിരിക്കും. നമ്മൾ ആളറിയാതെ കളിക്കരുത് ഗായ്സ്, ആളറിയാതെ കളിക്കരുത്. പ്രമുഖയാണെന്ന് നോക്കാം. കമൻറ്റ് സെക്ഷൻ നമുക്ക് നോക്കാം. ക്രിഞ്ച്, ഇതാണോടെ ക്രിഞ്ച്? ഇത് സൂപ്പർ അല്ലേ ക്രിഞ്ച്? അടുത്തവനും ക്രിഞ്ച് തന്നെ. എന്നാൽ ചിലപ്പോൾ ക്രിഞ്ച് ആയിരിക്കും കേട്ടോ. ഒന്നിലധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പം ഭൂരിപക്ഷത്തിൻ്റെ കൂടെ നമുക്ക് നിൽക്കാം. ഡിസ്ലൈക്ക് ബട്ടൺ, സുക്കംബർഗിനോട് പറയേണ്ടി വരും ഈ ഡിസ്ലൈക്ക് ബട്ടണൊക്കെ. അപ്പോൾ ഫാൻസ് മുഴുവൻ എതിരാണ്. കളിക്കടം നമുക്കെതിരാണാവേ. ചിലപ്പോൾ തമിഴ് ഫാൻസ് ആയിരിക്കും. മലയാളി ഫാൻസിനോട് പോകാൻ പറ. കൊച്ചു പഠിക്കണം. തമിഴ് ഫാൻസ് കൊച്ചിന്. മലയാളി ഫാൻസ് നീ ഇല്ലെങ്കിൽ എന്നാ തമിഴ് ഫാൻസ് ആണെന്ന് നോക്കാം. നമുക്ക് തമിഴ് ഫാൻസിൻ്റെ അഭിപ്രായം കൂടെ നോക്കാം. தமிழ் ஃபேன்ஸ், தமிழ் குட்டிகள். அமலா சாஜி, இதுக்கப்புறம் வீடியோ போடாத. இதுவே லாஸ்ட். இதுக்கப்புறம் போட்டீங்கன்னா சத்தியமா வீடியோ போன்னு ப்ரோ. நல்ல பொண்ணா போய் ஸ்கூலுக்கு போய் படிக்கணும், நல்ல இதை பண்ணணும். இது என்ன இது ப்ரோ? எனக்குலாம் எரிச்சல் தான் ப்ரோ வருது. ஒரு வீடியோ கூட இப்படியா பார்க்க மாட்டேன். ஆனால் இவ்வளோ ட்ரெண்டிங்காக வந்து மக்கள் ஏன் பார்க்குறாங்க சத்தியம். ഹലോ, ടെസ്റ്റിംഗ്. ഇത് ഓക്കെ ആണല്ലോ. ഇത് ഓക്കെ. അപ്പം ഞാൻ കേട്ടത് തെറ്റിയതല്ല, സത്യമാണ്. തമിഴ് ഫാൻസ് അന്യായമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊച്ചിനോട് സ്കൂളിൽ പോയിരുന്ന് പഠിക്കാനൊക്കെയാണ് പറയുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല ഗൈസ്. പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതിനോട് ഞാൻ യോജിക്കുന്നില്ല ഗൈസ്. പിന്നെ അതിലോട്ട് കയറി വരുന്നത് ഞാൻ എന്തിനാ സ്വന്തമായിട്ട് കയറി പോകുന്നത്? അത് വിടാം. പഠിക്കേണ്ടവർ എങ്ങനെയാണേലും പഠിക്കും. പിന്നെ അണ്ണൻ പറയുന്നത് കേട്ടിട്ട് അണ്ണന് തീരെ താല്പര്യമില്ലെന്ന് തോന്നുന്നു ഈ പ്രമുഖേനെ. അണ്ണന് തമിഴ്നാട് ഫാൻസിന് താല്പര്യമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അണ്ണ കൊച്ചിന് ഇത്രയും വ്യൂസ് കിട്ടുന്നത്? നിങ്ങളിങ്ങനെ കണ്ട് കൊച്ചിനെ ഇങ്ങനെ കയറ്റി വിട്ടിട്ട് താഴെ നിന്ന് കൊച്ചിട്ട് കുറ്റമോ പറയാമോ? മോശമല്ലേ? അണ്ണനും തമിഴ്നാട് ഫാൻസും കൈ ഒഴിഞ്ഞു, മലയാളി ഫാൻസ് പണ്ടേ കൈ ഒഴിഞ്ഞു. അപ്പോൾ പിന്നെ ആരായിരിക്കും കൊച്ചിൻ്റെ ഫാൻസ്? ചിലപ്പോൾ കന്നഡ തെലുങ്കൊക്കെ ആയിരിക്കും, നമുക്കറിയാത്ത ഭാഷയിലെ ആൾക്കാരായിരിക്കും. അത് വിടാം. നമുക്ക് ഇനി വേറെ ഏതെങ്കിലും കാവാലയം ഉണ്ടോ എന്ന് നോക്കാം. നമുക്കിനി മറ്റേതെങ്കിലും ഒരു കാവാലയനെ കാണാം. നോക്കട്ടെ.
എനിക്കും അത് തന്നെ കാണിക്കാറുണ്ട് ചേച്ചി. എന്താണ് ഈ പ്രമുഖ ചേച്ചി കിടന്ന് കാണിക്കുന്നത്? പുല്ലിലൊക്കെ കിടന്നാണല്ലോ കളിക്കുന്നത്. ഇനി ഇതാണോ തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴു? തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴുവിൻ്റെ ആയിരിക്കുമോ? വേണ്ട, ഇനി കുഞ്ഞിപ്പുഴുവിന് അപമാനമായി എന്ന് അതിൻ്റെ പേരിലുള്ളതും കൂടെ താങ്ങാൻ എനിക്ക് വയ്യ. പക്ഷെ ഈ ചേച്ചിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. നോക്കാം ഗൈസ്. മതി മതി മതി. ഇതെന്തുവാ ഇത്? ഇത് പാട്ടാണോ? ഇത് പാട്ടാണോ അതോ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും കലാവൈഭവമാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. എന്തോ എവിടെയോ ഒരു തകരാറുണ്ട്. ചേച്ചിക്ക് ഭൂമിയിൽ നിൽക്കാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു. ചേച്ചി ഫുൾ ടൈം ആരാധകന്മാരങ്ങ് പൊക്കി വിടുക ചേച്ചീനെ. ചേച്ചി അങ്ങോട്ട് ഭൂമിയിലോട്ട് വരുന്നതേ ഇല്ല ഗൈസ്. ഇനി ചേച്ചീനെ വേറെ ഏതെങ്കിലും ഒരു നന്മമരം പറഞ്ഞ് മനസ്സിലാക്കട്ടെ. നമ്മളായിട്ടൊന്നും പറയണ്ട. നമുക്ക് കുറച്ച് അടുത്ത കാവലകളിലേക്ക് പോവാം. നോക്കാം ഗൈസ്. ഞാൻ എന്തായാലും ജാക്കറ്റൊക്കെ ഊരി മാറ്റി ഗൈസ്. ഈ കാണുന്ന അസഹിഷ്ണുതയും ക്ലൈമറ്റിലെ അസഹിഷ്ണുതയും രണ്ടും കൂടെ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് ഇനി വരുന്ന ഒരു കാവലയെങ്കിലും നമ്മുടെ മനസ്സിനും കണ്ണുകൾക്കും എല്ലാം ഒരു അസഹിഷ്ണുത മാറ്റി കുളിർമയൊക്കെ തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കാവാലയിലോട്ട് പോവാം. ഓക്കെ, കാവാലയ്യ. ആരാണിത്? കൊള്ളാം, മനോഹരമായിട്ടുണ്ട്. ആർക്കും എന്നെ തടുക്കാനാവില്ല. ആരെ കൊണ്ടും പറ്റുമെന്ന് തോന്നുന്നില്ല തടുക്കാൻ. ഇനി ഹർത്താൽ സമയത്തെങ്ങാനും ആണോ ചേച്ചി അവിടെ കിടന്ന് കവലയെ കളിക്കുന്നേ? എന്നാലും ഹർത്താൽ ട്രെയിനിനെ ബാധിക്കൂടെ? ബാധിക്കുകയല്ലോ. എന്താ പിന്നെ അവിടെ എങ്ങും ഒരു ആൾക്കൂട്ടം പോലും കാണാത്തേ? ഇല്ല, ആരും പരിസരത്തെങ്ങുമില്ല. എന്തായിരിക്കും? ചേച്ചിയുടെ കാവാലയെ കണ്ട് ചിന്നിച്ചിതറി ഓടിയതായിരിക്കും. വെറുതെ അല്ല, ആ ഭാഗത്ത് ആൾത്തിരക്കിപ്പെട്ട് 2-3 പേർക്ക് പരിക്ക് പറ്റിയെന്നൊക്കെ. ഇതല്ലേ കാരണം? ഞാനും ഓർത്തി എന്നാണ് ഈ ആൾക്കൂട്ടം ഇങ്ങനെ കാര്യമില്ലാതെ ആൾക്കാർ ചിതറി ഓടുന്നത് എന്താന്ന്. ഇത് തന്നെ കാരണം. ഇത് കണ്ട് ചിന്നിച്ചെതറി ഓടിയ ആൾക്കാർക്ക് പരിക്കും പറ്റി. ചേച്ചി സൂപ്പറായിട്ട് റീലൊക്കെ എടുത്ത്. ചേച്ചി ഇനി തിരിച്ചു വരണമെന്നില്ല. ആ പുറകെ കിടക്കുന്ന ട്രെയിനിൽ തന്നെ കയറിപ്പൊക്കോ. ചേച്ചിക്ക് അതാണ് നല്ലത്. അങ്ങനെ തന്നെ പൊക്കോട്ടെ. ഇങ്ങോട്ട് വരികയേ വേണ്ട. പക്ക ടാറ്റാ, ബായ് 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 പറഞ്ഞാൽ പോണം. പൊക്കോളൂ.
ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ബൈ പറഞ്ഞാൽ പോണം. ടാറ്റാ. നമുക്ക് അടുത്തതിലോട്ട് പോകാം ഗൈസ്. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല, നിങ്ങൾ തന്നെ പറയുന്നതാണ് ബെറ്റർ. നെക്സ്റ്റ് വന്നിട്ടുണ്ട് ഗൈസ് നമ്മുടെ നെക്സ്റ്റ് കാവലയ. രണ്ട് കൈ, രണ്ട് കാൽ, സുന്ദരമായൊരു മുഖം. ഇത്രയെല്ലാം വെച്ച് കളിച്ചിട്ടും കാവലയ പലരും കൊന്നുകൊണ്ടിരിക്കുകയാണ്, കാവലയ ചത്ത് വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ചേച്ചി കാരണം കാവലയെ സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്തു. ചേച്ചി കാവലയെ കൊന്നില്ല, കാവലയെ സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്തു. ഇനി ജീവിച്ചിരിക്കേണ്ട എന്നാണ് കാവലയുടെ തീരുമാനം. ഇതിപ്പറും ഒരു മനസ്സിന് ആഘാതം ഒരു കാവലയ്ക്ക് താങ്ങാൻ പറ്റുമോ? അതുകൊണ്ട് മാസ്കും കൂടെ ചേച്ചി വെച്ചതുകൊണ്ട് പൂർത്തിയായി. കുദാഹവ ശുഭം, ഒന്നും പറയാനില്ല. എൻ്റെ പൊന്നു ചേച്ചി, ചേച്ചിയുടെ മെതിയുടെ ചെരുപ്പൊക്കെ സൂപ്പറായിട്ടുണ്ട്. പക്ഷേ ആൾക്കാർക്ക് കാണാൻ പറ്റണ്ടേ? ചേച്ചിനെ ആരെങ്കിലും നിർബന്ധിച്ച് കളിപ്പിക്കുന്നതാണോ? ക്യാമറമാരെങ്ങാനും നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് കളിക്ക് ഡാൻസ് കളിക്ക് എന്ന് പറഞ്ഞെങ്ങാനും കളിപ്പിക്കുന്നതാണോ? അല്ലല്ലോ, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ലേ. അപ്പം മുഖമൊക്കെ ഞങ്ങളെ ഒന്ന് കാണിച്ച് എക്സ്പ്രഷൻസൊക്കെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റട്ടെ, എങ്കിലല്ലേ കഴിവൊക്കെ അങ്ങ് തിരിച്ചറിയാൻ പറ്റുള്ളൂ. എല്ലട കുഞ്ഞേ, ഇത് ചേച്ചി ചുമ്മാ പുറകിലത്തെ റോഡും മരവും കാണിക്കുന്ന പോലെ, അതൊക്കെ മരമൊക്കെ ഇങ്ങനെ കിടന്ന് ആടുക. അത് ക്യാമറമാൻ്റെ കഴിവാണെന്ന് പലരും പറയുമായിരിക്കും. പക്ഷേ എങ്കിലും മരം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ചേച്ചി കാരണം കാവാലയെ സ്വന്തമായി ആത്മഹത്യ ചെയ്തു. കാവാലയെ മറ്റു പലരും കൊല്ലുന്നത് ഞാൻ കണ്ടു, പക്ഷെ ആദ്യമായിട്ട് കാവാലയെ സ്വന്തമായി ആത്മഹത്യ ചെയ്യുന്നത് കണ്ടത്. ഒന്നും പറയാനില്ല. കിട്ടിപ്പോയി ഗൈസ്. ഇത്രയും സെലിബ്രിറ്റികൾക്കും തരംഗമായ കാവാലയകൾക്കൊക്കെ എതിരാളിയായിട്ട് വെല്ലുവിളിയായിട്ട് ഒരുത്തം വന്നിട്ടുണ്ട്. അവരെ കൊണ്ടൊന്നും ഈ എതിരാളിനെ ചെറുത്ത് നിൽക്കാൻ പറ്റത്തില്ല. കാണണോ നിങ്ങൾക്ക്? ആ വിശ്വരൂപം കണ്ട് നിങ്ങൾ ഞെട്ടരുത്. കണ്ടോ? ഒരു മിനിറ്റ്, ഇച്ചിരി ലാഗാ. കണ്ടില്ലേ, പൂച്ച സാർ കലക്കിയിട്ടുണ്ട്. ഇരുകാലികൾക്ക് ഇത്രയൊക്കെ കോപ്രായം കാണിക്കാമെങ്കിൽ പിന്നെ നാൽക്കാലിയായ പൂച്ച സാറിന് കാണിച്ചൂടെ? കാണിക്കാം, എന്തുകൊണ്ടും കാണിക്കാം. പൂച്ച സാറായിട്ട് പുറകോട്ട് പോകണ്ട. എല്ലാവരും ഇങ്ങനെ കവലയിൽ ഇങ്ങനെ പൂണ്ട് വിളയാടുക, പൂച്ച സാറും വിളയാടുക. എന്നാൽ ഇത്രയും കാവാലയൊക്കെ കണ്ട സ്ഥിതിക്ക് നമുക്കിനി കുറച്ച് നേരം വിശ്രമിക്കാം അല്ലേ? ബൈ ഗായ്സ്. കാവാലയെ ഇനിയും മുമ്പോട്ട് മേലോട്ടും സൈഡിലോട്ടും ഒക്കെ പോകും. നമ്മളിവിടെയൊക്കെ തന്നെ കാണും. മേ ബി ഞാനും ചിലപ്പോൾ എയറിലോട്ടൊക്കെ പോകുമായിരിക്കും. എങ്കിലും ഇനിയും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ബൈ.